നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷ്രിംപ് മസാല, നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഷ്രിംപ് മസാല. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത ചെമ്മീൻ 1 കിലോ, സവോള നീളത്തിൽ കട്ട് ചെയ്തത് 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് 1/2 കപ്പ്, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 പിളർന്നത് 4, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട. ഇതിനു വേണ്ടി ഫ്രൈങ് പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. നമുക്ക് ഈ സെയിം പാനിലോട്ട് ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് എണ്ണ കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന സവോള ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവോള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവയിട്ട് വഴറ്റുക. ഇത് ഏകദേശം 2 മിനിറ്റോളം വഴറ്റണം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ ശരിക്കും അലിഞ്ഞു ചേരുന്നത് വരെ വഴറ്റണം.
ഇപ്പോൾ ടൊമാറ്റോ ശരിക്കും വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലോട്ട് ഷാലോ ഫ്രൈ ചെയ്ത ഷ്രിമ്പിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. മസാല ഷ്രിമ്പിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇത് ഏകദേശം 3 to 5 മിനിറ്റ്സോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ഷ്രിമ്പ് മസാല റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ ഒരു നാടൻ ഡിഷാണിത്. ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ഷ്രിമ്പ് മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye bye.